നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് അയൽവാസിയായ സ്ത്രീയെ ആക്രമിച്ച 44-കാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചടയമംഗലം കൊല്ലോണം ഗോകുലത്തിൽ റിട്ടയർഡ് പട്ടാളക്കാരനായ ഗോപകുമാറാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. കൊല്ലോണത്ത് താമസിക്കുന്ന വീട്ടമ്മ വഴിയിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് പിറകെ എത്തിയ പ്രതി മദ്യപിക്കുവാനായി 500 രൂപ കടം ചോദിച്ചു. പണമില്ലെന്ന് പറഞ്ഞ വീട്ടമ്മയെ പ്രതി ആക്രമിക്കുകയായിരുന്നു. വീട്ടമ്മ താമസിക്കുന്ന കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറിയായിരുന്നു പ്രതി ആക്രമണം നടത്തിയത്. പിറകെ എത്തിയ പ്രതി വീട്ടമ്മയുടെ ചെള്ളയ്ക്കടിച്ചു. അടികൊണ്ട വീട്ടമ്മ തറയിൽ വീഴുകയും വീഴ്ചയിൽ ഇവരുടെ പല്ലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കുറെ നാളുകളായി പ്രതി അസഭ്യം പറയുകയും ആരുമില്ലാത്ത സമയത്ത് കതകിന് മുട്ടുകയും ചെയ്യുന്നത് പതിവാണെന്നും പേടിച്ചാണ് വീടിനുള്ളിൽ കഴിയുന്നതെന്നും വീട്ടമ്മ പറഞ്ഞു. എന്റെ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നെ കതകിന് മുട്ടി എന്റെ 500 രൂപ ചോദിച്ച് ഞാൻ തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ അവൻ എന്നെ ചെവികുത്തി എന്റെ ചെള്ളയ്ക്ക് അടിച്ച് എന്നെ തള്ളിയിട്ട് കൊള്ളാനുള്ള ശ്രമമായിരുന്നു. എന്റെ കപ്പറം നിന്നെ കൊല്ലും, എന്റെ തോക്ക് ഞാൻ മേടിച്ചൊല്ലുമെന്ന് കൊല്ലുമെന്ന് ഇപ്പൊ സംഭവം ഉണ്ടായത്. പറക്കുട്ടിന്റെ ഒരു 2 പല്ല് ഒരു മേപ്പല്ല് ഒഴുകുന്നുണ്ട്, ഒരു അടിപ്പല്ല് ഒഴുകുന്നുണ്ട്. ചെറിയ മുറിവുണ്ട്. ഈ തോളിന് വശകളുണ്ട്. തോളിന് ഇല്ല മരത്തി അടിച്ച രംഗമായിരിക്കും. അത് നമ്പലമുണ്ട്, ചെറിയ നമ്പലം. ഒരു പല്ല് ഇളവാറായിരിക്കുന്നു. ഈ ചെറിയ മുറിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ വർഷം ഇത്തിരി വേദനയുണ്ട്. മാത്രമല്ല ഈ മുതുകത്തൊരു നമുക്ക് ഈ മത്തി കയറി മുതു പിടിച്ചിട്ടുണ്ട്. ചോദിച്ച് 500 രൂപ ചോദിച്ച് ഞാൻ തരാക്കുള്ളെന്ന് പറഞ്ഞു. നീ ഇവിടെ എന്റെ പശ പറ്റില്ല, ഞാൻ എന്റെ സ്വന്തമല്ല. ഞാൻ പറഞ്ഞു നീ എന്റെ സ്വന്തമല്ല, ഞാൻ നിന്റെ സ്വന്തമല്ല. നീ അത് വന്ന് താമസക്കാരനാണ്. ഞാൻ 500 തരത്തില്ല, നീ ഇവിടെ ഇറങ്ങി പോ എന്ന് ഞാൻ പറഞ്ഞു. അത്രയും ഞാൻ പറഞ്ഞു. ഇത്ര സംഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞ ആണ് ഈ അടി കടന്നത്. കാണിച്ചത് ഞാൻ ചാരം കുളിക്കാൻ 500 രൂപ ചോദിച്ചിട്ട് കുടുംബത്തിന്റെ വൈരാഗ്യമാണ് അവൻ കാണിച്ചത്. വീട്ടമ്മയുടെ പരാതിയിന്മേൽ കേസെടുത്ത ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. മദ്യപിച്ച് അക്രമാസക്തനായ പ്രതി പോലീസിനെയും ദൃശ്യം പകർത്തുവാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെയും അസഭ്യം വിളിച്ചു. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ചടയമംഗലം. Bye.